ഇരുട്ടത്ത് മറ്റു രീതിയിൽ പെരുമാറുന്ന, മങ്ങിയ വെളിച്ചത്തിൽ മറ്റൊരു ഐഡന്റിറ്റി പുറത്തേക്ക് വരുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. ഒത്തിരി പേരെ ഈ കാണുന്ന ആൾക്കാർക്കും മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഒരാളായിട്ട് എനിക്ക് അവതരിക്കാൻ പറ്റും. ഇപ്പം ഒരു നടന്റെ മാത്രം പ്രിവിലേജ് അത് ഉപയോഗിച്ചു എന്നുള്ളത് മാത്രം. ഇരട്ട ജീവിതം ജീവിക്കാൻ പറ്റിയ പ്രേം സാറിനെ കാണിച്ചിട്ടുണ്ടോ സ്പാ? അദ്ദേഹം കാണുന്നുണ്ടോ സ്പാ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പ്രിയൻ സാറിനോടും ലാൽ സാറിനോടും സ്പാ എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അവർ സൗകര്യം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കാണും. കാരണം അത് ഒന്ന് തീർച്ചയായും ഈ ഇങ്ങനൊരു ബ്രേവ് അറ്റംപ്റ്റ് എന്നൊക്കെ ഇപ്പോഴും പറയേണ്ടി വരുന്നു നമുക്ക്. സ്പാ പോലൊരു സിനിമ ബ്രേവ് അറ്റംപ്റ്റ് ആണെന്നൊക്കെ പറയേണ്ടി വരികയാണ്. ഒരു സിനിമ എന്നുള്ളതൊക്കെ കാണാൻ അങ്ങനെയൊന്നും അല്ല ഇപ്പോഴും പറയാം. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചുള്ളത് ഭയങ്കര കഷ്ടം തോന്നുന്ന കാര്യമാണ്. ലാൽ സാറ് എനിക്ക് ഇങ്ങനൊരു സിനിമ ഉണ്ടെന്നുള്ള ലാൽ സാറ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലാൽ സാറിൻ്റെ പഠനങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. വളരെ സീരിയസ് ആയിട്ടാണ് സാർ സംസാരിച്ചത്. വളരെ കുറച്ച് സമയം ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. ആ സമയത്ത് എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. പിന്നീട് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു എന്നാണ് റിലീസ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ റിലീസിൻ്റെ ഡേറ്റ്സ് ഒക്കെ അയച്ചു കൊടുത്തിരുന്നു. ചിരിച്ചു. ഒരുപക്ഷെ അത് കാണുമായിരിക്കും. പ്രിയൻ സാറും കാണേണ്ടതാണ്. അവരുടെ പ്രധാന കൗതുകം ഇങ്ങനൊരു വിഷയം എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി ഞാനും രവിയേട്ടനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റൊക്കെ പറഞ്ഞു, സ്റ്റാർ കാസ്റ്റൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ വളരെ താല്പര്യത്തോടെ ഇരിക്കുന്നു.